Magic morning. Magic morning. Magic morning. Magic morning. Okay. എവിടെ ക്യാമറ ഒക്കെ ഓണാക്കി വന്നോളി. ഒന്നാ ലെറ്റഡ് അതിന്റെ ആ സ്വിച്ച് ഇട്ട ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, മാജിക് മണി ടു ആൾ. ഇന്ന് ബി മാജിക്കിന്റെ 2210 ക്ലാസ് ആണ്. 22/10. ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് ബി മാജിക് എന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലൂടെ വന്ന് ആ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും ഒട്ടനവധി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത് അറിവിന്റെ വഴിയിലേക്ക് കടന്നു വരികയും വീഡിയോ ചലഞ്ചിലൂടെയും ഫീഡ്ബാക്കിലൂടെയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ഒരു നല്ല ട്രെയിനറായി മാറിക്കഴിഞ്ഞ നമ്മുടെ സ്വന്തം ബി മാജിക്കിന്റെ സ്വന്തം റോസാലി മാമിന്റെ ക്ലാസ് ആണ് ഇന്ന്. വെൽക്കം റോസാലി മാം, സ്വാഗതം ചെയ്യുന്നു ബി മാജിക്കിലേക്ക്. താങ്ക് യു സാർ. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ക്ലാസ് എടുക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഞാൻ ആദ്യം ബിമാജിക്ക് വരുമ്പോൾ ഞാനൊരു സാധാ വീട്ടമ്മയായിരുന്നു. ബിമാജിക്കിലൂടെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള എൻ്റെ നന്ദി ഞാൻ നിങ്ങളോട് എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. ബിമാജിക്കിനോടും അതിൻ്റെ ഫൗണ്ടേഴ്സിനോടും പ്രത്യേകിച്ച് റസാഖ് സാറിനോടും സൈഫ് സാറിനോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനുള്ള ആ ആഗ്രഹം ജനിപ്പിച്ചത് ബിമാജിക്കാണ്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഒരു ക്ലാസ്സായിട്ടൊന്നും കണക്ക് കൂട്ടണ്ട. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോടും പറഞ്ഞുതരാം. നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ലേണിംഗ് ഡിസബിലിറ്റിയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഈ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾക്കോ ടീച്ചേഴ്സിനോ ഒന്നും മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയാണിത്. അത് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ മടിയന്മാരായിട്ടും മണ്ടന്മാരായിട്ടും മുദ്രയടിക്കപ്പെട്ട് സമൂഹത്തിലെ ഏറ്റവും താഴേക്ക് അവഗണിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് എന്നെ കൊണ്ടാകുന്ന വിധത്തില് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ കൂടെ ഒന്ന് ബോധവാന്മാരാക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരികയാണ്. അദ്ദേഹത്തിന്റെ പേര് വി ജോസഫ്. തൃശ്ശൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. ആൽഡി എന്നൊരു സംഘടനയുടെ സ്ഥാപകനാണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മാഷാണ് അദ്ദേഹം. 1987 അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. അവിടുത്തെ ജോലിയെല്ലാം തീർത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടില് കൃഷിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള ഒരുപാട് കുട്ടികൾ പഠനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ട്യൂഷൻ കൊടുക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാഷിന്. അപ്പോൾ അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് സാർ അങ്ങോട്ട് ചെന്ന് രാവിലെയൊക്കെ അവരുടെ വീടുകളിൽ ചെന്ന് ട്യൂഷൻ എടുത്തു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം സാറിന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം UK അദ്ദേഹം വീട്ടിൽ വന്നിട്ട് സാറിനോട് പറഞ്ഞു, എൻ്റെ മോനെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അവനെ പഠിപ്പിക്കാൻ. അപ്പൊ സാറ് ഭയങ്കര സന്തോഷത്തോടെ ഇത് ഏറ്റെടുത്ത്. കാരണം ആ കുട്ടിയെ സാറിന് അറിയാം, നല്ല മിടുക്കനാണ് എല്ലാ കാര്യത്തിനും. സാർ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ സാറിനോട് സംസാരിക്കുകയും ഓരോ കാര്യങ്ങളെല്ലാം പറയുകയും എല്ലാം ചെയ്യുന്ന കുട്ടിയാണ്. അങ്ങനെ സാർ ആ കുട്ടിയോട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആ കുട്ടി സാറിന്റെ വീട്ടിൽ വന്നു. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാർ അവനോട് ചോദിച്ചു, നമുക്കൊരു ഡിക്റ്റേഷൻ ഇടാം, മോൻ എഴുതാവോ എന്ന് ചോദിച്ചു. അവ സമ്മതിച്ചു. അപ്പൊ സിമ്പിൾ വേർഡ്സ്, CVC വേർഡ്സ് എന്ന് പറയില്ലേ, 3 അക്ഷരങ്ങളുള്ള വേർഡ്സ്, അത് സാറ് 10 വേർഡ്സ് ഇട്ടു. ഈ കുട്ടി ഇരുന്ന് എഴുതുന്നത് കണ്ടു. കുറെ കഴിഞ്ഞ് സാറ് നോക്കിയപ്പം ഒറ്റ വേർഡ്സും കറക്റ്റ് അല്ല, എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ സാർ വിചാരിച്ചത് എന്താണ്, UK വളർന്ന കുട്ടിയാണ്, ഈ വർഷമാണ് നാട്ടിൽ വന്നത്,
പിന്നെ എന്തുകൊണ്ടാണ് അവനത് തെറ്റിച്ചത്? അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പം സാറ് ചോദിച്ചു, നിനക്ക് മാത്സ് അറിയാവോ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ 3-ാം ക്ലാസ്സിലല്ലേ, എനിക്ക് മാത്സ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞു. അന്നെങ്കിൽ ബുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. സാറ് 20+2 എത്രയാന്ന് എഴുതാൻ പറഞ്ഞു. ഈ കുട്ടി അവിടെ നിന്ന് കയ്യും കാലും ഒക്കെ എടുത്ത് എണ്ണുന്നുണ്ട്, വിരലുകളെടുത്ത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സാറ് നോക്കുമ്പോൾ ബുക്ക് മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുക, ആൻസർ ഇല്ല. സാറിന് ദേഷ്യം വന്ന ആദ്യം, ഇവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ? സാറ് പോയി കുറെ പുളിങ്കുരു എടുത്തോണ്ട് വന്നു. എന്നിട്ട് 20 എണ്ണം ആദ്യം വെച്ചു. അത് കഴിഞ്ഞ് മാറ്റി 2 എണ്ണം കൂടെ വെച്ചിട്ട് അവനോട് എണ്ണാൻ പറഞ്ഞു. അവൻ കറക്റ്റായിട്ട് എണ്ണി 22 എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, എന്തെങ്കിൽ നീ ഒന്ന് കണക്ക് കൂട്ടിക്ക, 20+2 എത്രയാന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ അവൻ അറിയത്തില്ല. സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നെ നീ വിഡ്ഢിയാക്കുവാണോ എന്ന് ചോദിച്ച് കുറെ വഴക്ക് പറഞ്ഞ് അവനോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിന്റെ സുഹൃത്തും വൈഫും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ കൊച്ചിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അവന് ഡിസ്ലെക്സിയ ആണ്. UK വെച്ച് അവര് അത് കൺഫേം ചെയ്തതാണ്. അപ്പം അവന്റെ പഠിത്തത്തിന് വേണ്ടിയാണ് അവർ നാട്ടിൽ വന്നത്. അപ്പൊ സാറിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാർ ഈ വേർഡ് ആദ്യം കേൾക്കുവാണ്, ഈ ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ എന്താന്ന്. സാർ പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് സാറിന് മനസ്സിലായത്. സാറും ആ കുട്ടിയുടെ പിതാവും കൂടെ ചേർന്ന് കുഞ്ഞിനെ പഠിപ്പിക്കാൻ തുടങ്ങി. സാർ പല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്ന്. അങ്ങനെ ഓരോ ക്ലാസ്സിലും എക്സാമിന്റെ സമയത്ത് ഈ കുട്ടിയുടെ ഫാദർ പോയി കാവല് നിൽക്കും. എന്നിട്ട് സാർ അവിടുത്തെ അധ്യാപകരോട് പറയും, എക്സാം ടൈം കഴിയാതെ ഇവനെ പുറത്തിറക്കരുതെന്ന്. ആദ്യമൊന്നും വലിയ മാറ്റമൊന്നും കണ്ടില്ല. പക്ഷെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ 10th എത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ആ കുട്ടി പാസ്സായി. അത് കഴിഞ്ഞ് +2 വേറൊരു സ്കൂളിൽ ചേർന്നു. അവിടെ അവന് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായും അതുപോലെ മാഗസിൻ എഡിറ്ററായിട്ടും ഒക്കെ ശോഭിച്ചു. ഇന്ന് MSW പാസ്സായി അവൻ UK ജോലി ചെയ്യുകയാണ്. അപ്പൊ സാറിന് മനസ്സിലായി, ആ കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് സാർ പലതും പഠിച്ചത്. ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്താൽ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ പഠന പിന്നോക്കാവസ്ഥയെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് അഥവാ പഠന പിന്നോക്കാവസ്ഥ എന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ മിക്ക കുട്ടികളിലും ഉണ്ട്. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു കുട്ടി സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പഠനത്തിൽ പിന്നോക്കി പോകുന്നതിനെയാണ് അത് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. 1 സമൂഹം, 2 ആ കുട്ടിയുടെ കുടുംബം, 3 സ്കൂള്. അപ്പൊ സമൂഹം എന്ന് പറയുമ്പോൾ നിരന്തരം യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും തന്റെ പഠനത്തിൽ മുമ്പോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുകയില്ല. എപ്പോഴും ഭയമായിരിക്കും അവന്റെ ഉള്ളില്. അങ്ങനെയുള്ള ഭയം അവനെ പഠനത്തിൽ നിന്ന് പുറകോട്ട് നയിക്കും. അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾക്കൊന്നും വില കൽപ്പിക്കാത്ത സമൂഹമാണെങ്കിൽ, അതുപോലെ മതപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ ഇവനെ മുമ്പോട്ട് കൊണ്ടുവരാം, അതിനുവേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയാൽ. അതുപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ, എന്നും ബഹളവും വഴക്കും ഒക്കെ ഉള്ള ഒരു കുടുംബം, മാതാവും പിതാവും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കുടുംബം, അതുപോലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന കുടുംബം, ഇങ്ങനെയുള്ള വീട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പഠനത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ ചില വീടുകളിൽ ചില കുട്ടികളോട് മാതാപിതാക്കൾക്ക് ഇഷ്ടം കൂടുതലും ചിലരോട് ഇഷ്ടക്കുറവുമുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികളും പഠിക്കാൻ മുന്നോട്ട് പോകും. പിന്നെ വിദ്യാലയത്തിലെ കാര്യം എടുത്താൽ, ഇപ്പം മിക്ക സ്കൂളുകളിലും നല്ല ഡിഗ്രി ഒക്കെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ കുട്ടികളെ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു കഴിവില്ല അവർക്ക്. നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയാവുന്ന ടീച്ചേഴ്സ് വളരെ കുറവാണ്. അതായത് ക്ഷമയോടെയും സ്നേഹത്തോടെയും ഒക്കെ അവരെ മുന്നോട്ട് നയിക്കാൻ. അത് മാത്രമല്ല, ചിലർക്ക് കുട്ടികൾ തമ്മിൽ മത്സര ബുദ്ധിയുണ്ട്, പഠനത്തിലാണേലും മറ്റു പല കാര്യങ്ങളിലും. അങ്ങനെയുള്ള ഒരു ഇതിലൂടെ കടന്നു പോകുന്ന കുട്ടികളും പഠിക്കാനായിട്ട് പിന്നോട്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ വാഴ 2 എന്ന് പറയുന്ന സിനിമയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിലും വിദ്യാലയത്തിലും ഒക്കെ അവഗണിക്കപ്പെടുന്ന കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ പുറകോട്ട് പോകുന്നതായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ
മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രീ ജോസഫ് സാർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും കാര്യം ഞാൻ പറഞ്ഞു. ഇനി കുട്ടികളിലുള്ള ചില പ്രശ്നങ്ങൾ, കുട്ടികൾ തന്നെ കാണപ്പെടുന്ന, അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ പഠനത്തിൽ ഒരുപാട് പുറകോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ശാരീരികമായ പ്രശ്നങ്ങൾ കുട്ടികളുടെ ഉള്ളിലുള്ളത് എടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് കേൾവി കുറവുണ്ടാവും, ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടാവും. ഇന്നത്തെ കാലത്ത് മൊബൈലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഇത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അത് ടീച്ചേഴ്സോ വീട്ടുകാരോ മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരുന്നു. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഈ ജോസഫ് സാർ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. സാറ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നിരവധി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പേരൻസിന് വേണ്ടിയും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ അറ്റൻഡ് ചെയ്തു. അന്ന് അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹം മിണ്ടാതിറങ്ങി പോകുന്നത് കണ്ടു. പിറ്റേ പ്രാവശ്യം സാറ് വന്നപ്പം ആ അധ്യാപകന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതായിട്ട് വന്നു അടുത്ത ക്ലാസ്സിൽ. അപ്പം ജോസഫ് സാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കോളേജ് പ്രൊഫസറാണ്, എനിക്കൊരു മോളാണുള്ളത്. അവിടെ 4ാം ക്ലാസ് വരെ വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു. 5ാം ക്ലാസ്സിലെത്തിയപ്പം പെട്ടെന്ന് പഠിക്കാൻ പറയുമ്പോൾ അവളെ തലവേദനയാന്ന് പറയും. അപ്പൊ ഈ അധ്യാപകൻ നോക്കുമ്പോൾ കുട്ടി TV കാണുന്നുണ്ട്, മാഗസീനൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറയുമ്പോൾ മാത്രം തലവേദന. അങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് കുട്ടിയെ അടിച്ചു. ഇങ്ങനെ പല പ്രാവശ്യം കാണുമ്പോൾ പല പ്രാവശ്യം ഇദ്ദേഹം കുട്ടിയെ ഉപദ്രവിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ കുട്ടിക്ക് പഠിക്കാനായിട്ട് ഉള്ള ആ ഇഷ്ടം കുറഞ്ഞു. ആ വർഷം ആ കുട്ടി തോറ്റു, 5ാം ക്ലാസ്സിൽ തോറ്റു. ഇപ്പൊ 9ലാണ്, 17 വയസ്സുണ്ട്. ആ ക്ലാസ്സിലെ ഏറ്റവും ഉയരമുള്ള കുട്ടിയാണ്. അത് കാരണം അത് ഊരിക്കൂടിയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട്, അതായത് കുട്ടിയുടെ ഈ ശാരീരികമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു അന്ന്. അത് കേട്ടിട്ട് ആ അധ്യാപകൻ വീട്ടിൽ ചെല്ലുമ്പം കുട്ടി സോഫയിൽ കിടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, നിനക്ക് പോയി വായിക്കാൻ വല്ലെന്ന് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞു, എനിക്ക് തലവേദനയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ അധ്യാപകൻ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് പരിശോധനയില് ഈ കുട്ടിയുടെ ഒരു കണ്ണിന് കാഴ്ച കുറവാണെന്നും വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും മനസ്സിലായി. അതിന് മെഡിസിൻ എടുക്കണമെന്നും കണ്ണാടി വെക്കണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അധ്യാപകൻ ഒരുപാട് വിഷമിച്ചു. തന്റെ കുഞ്ഞിന്റെ ഭാവി താൻ തന്നെ നശിപ്പിച്ചല്ലോ എന്നോർത്തപ്പം. അപ്പൊ ഇതുപോലെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ കുട്ടികളുടേത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് പലരും. പലപ്പോഴും നമുക്ക് കാണാം, സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ പല വിദ്യാർത്ഥികളും ബോർഡിന്റെ തൊട്ട് ഫ്രണ്ടിൽ പോയി നിന്ന് എഴുതുന്നതും ടീച്ചറെ കേൾക്കാൻ വല്ലെന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ അപസ്മാരം പോലെയുള്ള മാരക രോഗങ്ങളൊക്കെ വന്ന കുട്ടികൾ അതിനുള്ള മെഡിസിൻ എടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. പിന്നെ പോഷകാഹാരക്കുറവ്, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല കുട്ടികളിലും കാണുന്നതാണ് ADHD, ADD എന്നൊക്കെയുള്ള. പല സിനിമ നടന്മാരിപ്പോ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ADHD ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തുനിന്ന്. ഇപ്പൊ ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ്. അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, കൂടുതൽ സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിയാത്ത ഒരവസ്ഥ. നമ്മൾ മിക്കപ്പോഴും പല കുട്ടികളിലും കണ്ടിട്ടുണ്ട് ഈ പിരിവിരിപ്പും ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്തതും, എന്തെങ്കിലും കാര്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആൻസർ പറയുക, പലയിടത്തും വലിഞ്ഞു കയറുക. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ADHDയുടെ പ്രശ്നമാണ്. അതായത് അവരുടെ ബ്രെയിനിലുള്ള ചില രാസവസ്തുക്കൾ അതിന്റെ അളവ് കൂടുതലോ അല്ലെങ്കിൽ കുറയുന്നതോ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഇങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ നോക്കി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർക്ക് ശരിയായ രീതിയിലുള്ള പഠന രീതികൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോസഫ് സാർ കണ്ടെത്തുകയും അത് പലയിടത്തും അപ്ലൈ ചെയ്യുകയും ചെയ്തു. അടുത്തതാണ് സൈക്കോ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് അതിൽ വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റിയും ഓട്ടിസവും ഒക്കെ. അപ്പം ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റി പറയുന്നത്: ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. അതായത് ചില കുട്ടികൾ അവർക്ക്
അക്ഷരങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിലും അത് ചേർത്ത് വായിക്കുന്നതിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്, വായനയിലുള്ള അവരുടെ കഴിവ് കുറവിന്. ചിലപ്പോൾ ചില കുട്ടികൾ നമുക്ക് എല്ലാവരെയും ഒരേ രീതി കാണാൻ പറ്റത്തില്ല, കാരണം പല കുട്ടികളും പല രീതിയിലാണ്. അപ്പൊ ചിലപ്പം ഒരു കുട്ടിക്ക് അക്ഷരം അറിയായിരിക്കും, അത് ചേർത്ത് വായിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. പക്ഷെ ചില കുട്ടികൾക്ക് അക്ഷരമേ കറക്റ്റായിട്ട് അറിയാൻ മേലാത്തവരുണ്ട്, ചിഹ്നങ്ങൾ അറിയാൻ മേലാത്ത കുട്ടികളുണ്ട്. ഇതെല്ലാം ഈ ഡിസ്ലെക്സിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് ഇത് തന്നെ ബ്രെയിനിന്റെ ചില ഏരിയയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂലമാണ് ഈ ഡിസ്ലെക്സിയ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബുക്കിൽ എഴുതിയത് അത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് കൊണ്ടുവന്നിട്ട് വായിക്കാൻ നോക്കി നമുക്ക് പറ്റുമോ? ഈ കുട്ടികൾ ഈ രീതിയിലാണ് കാണുന്നത് അക്ഷരങ്ങൾ, അതായത് ഡാൻസിങ് ലെറ്റേഴ്സ് എന്നൊക്കെ പറയും. കാരണം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ബ്രെയിനിലേക്ക് അത് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവര് ഓരോ വാക്കും തല തിരിച്ചെഴുതും. ഇപ്പൊ തല എന്നുള്ളത് ലത എന്നെഴുതും. അതല്ലെങ്കിൽ മിറർ റൈറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ അത് തല തിരിച്ച്, അതായത് ഇപ്പം ത ല എന്നുള്ളത് അവരെഴുതുന്ന ഇദ്ദ ത ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്ന രീതിയിൽ അവരങ്ങ് എഴുതും സൗണ്ട്. ഇപ്പം കാറ്റ് എന്ന് പറയുമ്പോൾ അവർ KAT എന്ന് എഴുതും. അവർക്ക് ആ ഫോണറ്റിക് സൗണ്ട് ഒന്നും അറിയത്തില്ല. അത് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കാൻ ഒരു രീതിയുണ്ട്. ആ രീതി പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഇവരിൽ ഒരുപാട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ ഒരു കൂട്ടിച്ചേർത്ത് എഴുതും. ചിലപ്പോൾ ചില പദങ്ങൾ അവർ വീണ്ടും ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ പല പദങ്ങളും വിട്ടുപോകും. ഇതൊക്കെ ഈ രീതിയിലുള്ള കുട്ടികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രശ്നമായിട്ട് പറയുന്നത് ചിലത് അവർ ഊഹിച്ചെഴുതും. ചില പദങ്ങൾ കേൾക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള അക്ഷരമായിരിക്കുകയല്ല, അവരൊരു ഊഹത്തിലങ്ങ് എഴുതും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇത്തരം കുട്ടികൾ കാണാം. അടുത്തതായിട്ട് ഡിസ്ഗ്രാഫിയ, അതായത് എഴുത്തിലുള്ള പ്രശ്നങ്ങൾ. എഴുത്തിൽ ചില ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വലത് കൈ കൊണ്ടാണല്ലോ എല്ലാവരും എഴുതുന്നത്. ഇടത് കൈ കൊണ്ട് നമ്മുടെ പേരെന്ന് എഴുതാൻ നോക്കിയേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോന്ന് നോക്കിയേ, ഒന്ന് ശ്രമിച്ചു നോക്കിയേ എല്ലാവരും. നമ്മുടെ പേര് ഇടത് കൈ കൊണ്ട് പേന പിടിച്ചൊന്ന് എഴുതി നോക്കിയേ. വലത് കൈ കൊണ്ട് എഴുതുന്ന രീതി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഈ രീതിയിലാണ് ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾ എഴുതുന്നത്. അവർക്ക് എഴുതുമ്പം അത് കറക്റ്റായിട്ട് എഴുതാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം തന്നെ നമ്മൾ പറയത്തില്ല, ഡോക്ടർമാർ എഴുതുന്ന പോലെ ചില കുട്ടികൾ എഴുതുന്നൊന്നും വായിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കാളം കൂളം എഴുതി വെക്കും. അത് ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവരെഴുതുമ്പോഴും പല വാക്കുകളും വിട്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടിച്ചേർക്കും. അതും അല്ലെങ്കിൽ ചെറിയ അക്ഷരം വലിയ അക്ഷരവും മിക്സ് ചെയ്ത് എഴുതും. അതുപോലെ തന്നെ പലപ്പോഴും ഇവർക്ക് കഷ്ടപ്പെട്ട് എഴുതുന്ന പോലെ നമുക്ക് തോന്നും. പെൻസിൽ കറക്റ്റായിട്ട് പിടിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. എഴുതിയാൽ തന്നെ വല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും അക്ഷരങ്ങൾ പോകുന്നത്. നമുക്കൊരിക്കലും വായിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ബോർഡിൽ നിന്നോ വേറൊരു ബുക്കിൽ നിന്നോ കോപ്പി ചെയ്ത് എഴുതുമ്പോൾ അതിൽ ഇവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ഇവരിങ്ങനെ വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞില്ല, ഈ മിററിൽ കൂടെ കാണുന്ന രീതിയിലാണ് ഈ കുട്ടികൾ കാണുന്നത്. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് അവർക്കറിയാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും. അടുത്തത് ഡിസ്കാൽക്കുലിയ എന്നൊരു അവസ്ഥയാണ്. അതായത് മാത്സിൽ ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. ശരിയായിട്ട് കണക്ക് കൂട്ടാനും ചെറിയ അക്കങ്ങൾ പോലും കണക്ക് കൂട്ടാനായിട്ട് ഇവർക്ക് പറ്റാതെ വരും. അതായത് മാത്സിന്റെ അടിസ്ഥാന ആശയങ്ങൾ പോലും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട്, ലെഫ്റ്റും റൈറ്റും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്, ചെറുത് വലുത് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ളവരെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ലെഫ്റ്റിലോട്ട് പോകാൻ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളില്ലേ നമ്മുടെ ഇടയിൽ. ഇതൊക്കെ ഈ ഡിസ്കാൽക്കുലിയ പ്രശ്നമുള്ളവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഒരു മാത്സിന്റെ ഇപ്പം കാൽക്കുലേഷൻ ചെയ്തിട്ട് ക്രിയ ചെയ്യുന്നിടത്ത് കറക്റ്റായിട്ട് എഴുതും, പക്ഷെ തിരിച്ച് ആൻസർ ഷീറ്റിലോട്ട് എഴുതുമ്പോഴത്തേക്കും തിരിഞ്ഞു പോകും. ഇപ്പൊ 52 എന്നുള്ളത് അവര് ആൻസർ ഷീറ്റ് എഴുതുമ്പം 25 എന്നായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്ര കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുമാത്രമല്ല അക്ഷരങ്ങൾ തമ്മിൽ ചില കുട്ടികൾ ആശയക്കുഴപ്പമുണ്ടാവും. പായും വായും തമ്മിൽ വ്യത്യാസം, ന്യായും ഇദ്ദായും തമ്മിൽ വ്യത്യാസം. ഇങ്ങനെ എഴുതുന്ന രീതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന പല ആൾക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവരാണ്. അങ്ങനെ ചിലരെ ഞാൻ പരിചയപ്പെടുത്താം. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് 9ാം ക്ലാസ് വരെ വായിക്കാനും എഴുതാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ ചേർന്നപ്പോൾ ഒരുപാട് സഹപാഠികളുടെ അധ്യാപകരുടെ എല്ലാം കളിയാക്കൽ കാരണം അദ്ദേഹത്തിന് ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പക്ഷേ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ, തിയറീസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ഡാവിഞ്ചി, ചിത്രകാരനായ ഡാവിഞ്ചി മനുഷ്യ മാംസപേശികളുടെ ചിത്രം കറക്റ്റായിട്ട് വരച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഹെലികോപ്റ്ററിന്റെ വർക്കിംഗ് സ്കെച്ചൊക്കെ വളരെ മികച്ച രീതിയിൽ വരച്ചു കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനും ഡിസ്ലെക്സിയ ആയിരുന്നു, വായിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അതുപോലെ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് അദ്ദേഹം 4ാം ക്ലാസ് പൂർത്തിയാക്കിയത് 6 സ്കൂളുകളിൽ പഠിച്ച് ആയിരുന്നു. അപ്പൊ 7ാമത്തെ സ്കൂളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്കൂളിലെ പ്രിൻസിപ്പള് ഇവനൊരു വിഡ്ഢിയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി വീട്ടിൽ കൊടുത്തു വിട്ടു. ഇനി ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കുട്ടി അമ്മയോട് ചോദിച്ചു, അമ്മ ഈ വിഡ്ഢി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പൊ അമ്മ ചോദിച്ചു, എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, എന്റെ സ്കൂളിലെ മാഷ് എന്നെ ഇനി അങ്ങനെ വിളിച്ചത്. അപ്പം അമ്മ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പം ഇനി ഈ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കില്ല എന്ന് പ്രിൻസിപ്പൾ എഴുതി കൊടുത്തു വിട്ടിരിക്കുക. അപ്പൊ അമ്മ ആ കുട്ടിയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നീ മിടുക്കനാണ്, നീ വളരെ വലിയൊരു മനുഷ്യനാകും, എനിക്കറിയാം എൻ്റെ അമ്മ മിടുക്കനാണെന്ന് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തി അവനെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്കവരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാം പറയാനായിട്ട് സമയമില്ല. എങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ ഏത് രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കിട്ടുമ്പോൾ ആദ്യമായിട്ട് അസസ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കുട്ടി ഇപ്പോഴത്തെ ആ കുട്ടിയുടെ അവസ്ഥ, ഇപ്പൊ ഏതൊക്കെ രീതിയിൽ അതിന് മുന്നേറാൻ സാധിക്കും, അതുപോലെ കുട്ടിക്കുള്ള ഇപ്പോഴത്തെ അറിവിനെ കുറിച്ചെല്ലാം നമ്മൾ അതിനോട് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന്റെ ആൻസർ മനസ്സിലാക്കും. അവൻ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുശേഷം ഈ കുട്ടിക്ക് വേണ്ടി ഒരു IEP, അതായത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കുട്ടി സാധാരണ ഏതൊരു മനുഷ്യനാണേലും ഏത് മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന വിവിധ രീതിയിലായിരിക്കും. അതായത് വിഷ്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കും, ഓഡിറ്ററി ആയിട്ട് മനസ്സിലാക്കുന്നവരുണ്ട്, കിനസ്തെറ്റിക് ആയിട്ട് മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പരിശോധിക്കും. അതായത് ചിത്രങ്ങളിലൂടെയാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രീതിയിൽ ഇവനെ പഠിപ്പിക്കും. അതല്ല പറഞ്ഞു കൊടുത്ത് ഓഡിയോസ് റെക്കോർഡ് ചെയ്ത് അവന് കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നതാണെങ്കിൽ അതാണ് ഓഡിറ്റിക് എന്ന് പറയുന്നത്. ആ രീതി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. അതല്ല കിനസ്തെറ്റിക് രീതി, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുന്ന കുട്ടിയാണെങ്കിൽ ആ രീതിയിൽ അവനെ കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ഈ കുട്ടികളെ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് തീരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നെങ്കിൽ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ പഠനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാലം താമസിക്കുന്നതിന് അനുസരിച്ച് പഠനത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടും താമസമുണ്ടാകും. പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തില് സ്കൂളുകളിലാണേലും വീടുകളിലാണേലും പേരൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഇതിനെപ്പറ്റി ഒരു അവബോധമില്ല. ഞാനൊരു സ്കൂളിൽ പോയതിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത്. 2 സ്കൂളുകളിൽ പോയിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ഒരു സ്കൂളിൽ ചെന്നു. അവിടെ ഒരു കുട്ടിയല്ല 3-4 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി
7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനെ ഞാൻ നോക്കിയപ്പോൾ അവന് അക്ഷരങ്ങളെല്ലാം അറിയാം, ചിഹ്നങ്ങളും അറിയാം. അപ്പൊ ഞാൻ അവന് പറവാന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് അവനെ കൊണ്ട് വായിപ്പിച്ചു. അക്ഷരങ്ങൾ വായിക്കാൻ പറഞ്ഞു. അവൻ വായിച്ചു. പ റവ എന്ന് വായിച്ചു. എന്നിട്ട് കൂട്ടി വായിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി താമര എന്നാണ് വായിക്കുന്നത്. അത് ഞാൻ ഓർത്ത് ഈ കുട്ടി എന്നെ കളിപ്പിക്കാനാണെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ചിരിച്ചു. ചിരിച്ചു പെട്ടെന്ന് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പം അവന് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ശരിക്കും അങ്ങ് വിഷമമാണോ? പെട്ടെന്ന് എനിക്കും അങ്ങ് വിഷമമായിപ്പോയി. കാരണം ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നീട് ഞാൻ അവനെ ചെറിയ ചെറിയ വാക്കുകൾ, അക്ഷരങ്ങൾ കൂട്ടി 2 അക്ഷരമുള്ള വാക്കുകൾ ഒക്കെ വായിപ്പിച്ച് ഞാൻ അവനെ വായിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ 88% പാരമ്പര്യമാണ്. ഒരു കുട്ടിയുടെ അപ്പനോ അല്ലെങ്കിൽ വല്യപ്പനോ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇതൊരു അസുഖമല്ല, ഇതൊരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഈ കുട്ടിയിലേക്കും പകർന്നു കിട്ടും. അതുപോലെ തന്നെ പ്രീമച്വർ ഡെലിവറി, ഒരു അമ്മ മാസം തികയാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണെങ്കിൽ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അതും കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ മാതാവിന് നല്ല സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല മാതാവ് ജീവിക്കുന്നതെങ്കിൽ അതും കുട്ടിയിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ ഡിലേ ആണ്. ഓരോ ഏജിലും കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇത്ര ദിവസം കഴിയുമ്പോൾ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് കുട്ടി മുഖത്ത് നോക്കിച്ചിരിക്കും, ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്കും കമന്ന് വീഴും, ഇരിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഡിലേ വരുമ്പോൾ, എന്തെങ്കിലും താമസം വരുമ്പം നമ്മളിത് ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും വ്യക്തമായിട്ട് പരിശോധന നടക്കുകയൊക്കെ ചെയ്താൽ ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മിക്കപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ മൈൽ സ്റ്റോൺ ഡിലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള പ്രതിവിധി ആദ്യം തന്നെ നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, ജനിച്ചു കഴിഞ്ഞ് തലയ്ക്ക് എന്തുവരെ ക്ഷതമേറ്റാല് അങ്ങനെയുള്ള കുട്ടികളിലും ഈ ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന വിഷമതകളെ കുറിച്ചാണ്. വി ജോസഫ് സാറ് ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി. വർഷങ്ങളോളം അദ്ദേഹം പഠനം നടത്തി. പല സ്കൂളുകളിലും ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവര് അതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നില്ല. അവർ പഠനം കുറെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് 30% കുട്ടികളിലും ഓരോ സ്കൂളിലേതും ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഇവര് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങ് മുമ്പോട്ട് പോകും. ടീച്ചേഴ്സ് ഇവരെ കളിയാക്കിയാലും മറ്റു കൂട്ടുകാർ പരിഹസിച്ചാലും ഒന്നും ഇതൊരു പ്രശ്നമായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. പക്ഷെ ഒരു ടീനേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. മറ്റുള്ളവരുടെ കളിയാക്കലുകളും അപമാനങ്ങളും ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ ചിലപ്പം തന്നിലേക്ക് തന്നെ ഒതുങ്ങും, ഇല്ലെങ്കിൽ മോശമായ സ്വഭാവത്തിന് അടിമകളാകുന്നു, അവർ ദുശാഠ്യക്കാരാകുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇതിടയാക്കുന്നു. കാരണം മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇവർക്ക് മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവരിങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കുന്നു. അതിവരെ കുറ്റകൃത്യത്തിലേക്കും പിന്നീട് ജയിലിലേക്കും ഒക്കെ പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നു. അപ്പം ജയിലിലുള്ള ആൾക്കാരിൽ പഠനം നടത്തിയപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നവരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയോ പേരൻസിന്റെയോ ഒക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിക്കളയുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണേലും നമ്മുടെ സമീപത്തുള്ള കുട്ടികളാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്താനായിട്ടും അതുപോലെ മറ്റുള്ളവരെ, ആ കുട്ടികളുടെ പേരൻസിനെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികൾ പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത്തരം കുട്ടികളെ പ്രത്യേകിച്ച് ADHD പോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ നമുക്ക് അടക്കിയിരുത്താനും പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കിയാനും ഒക്കെ ഒരുപാട് പ്രയാസമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ് ബ്രെയിൻ ജിം എക്സർസൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം യൂട്യൂബിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരുപാടുണ്ട് ബ്രെയിൻ ജിം എക്സർസൈസ്. പ്രധാനമായിട്ടും 8 എണ്ണമാണ്. അതിന്റെ പല രീതിയിലുള്ള എക്സർസൈസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും കുട്ടിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ ഇത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവന് ഒത്തിരി മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ മെഡിറ്റേഷനൊക്കെ അവന്റെ ശ്രദ്ധയുടെ ആ അളവിനെ കൂട്ടാനും അവന് കോൺസെൻട്രേഷൻ കൂട്ടാനും അതുപോലെ പല കാര്യങ്ങൾ ചെയ്യാന് ഒക്കെ അവനെ സഹായിക്കും. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും, ചെറുതായിട്ടാണേലും വലിയതായിട്ടാണേലും എന്ത് കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഇത്തരം കുട്ടികൾ മറ്റുള്ളവരുടെ പ്രോത്സാഹനമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഒരു കാര്യം അവന് പഠിക്കാൻ സാധിച്ചില്ല, ഒരു പാരഗ്രാഫ് പഠിക്കാൻ നമ്മൾ കൊടുക്കുമ്പം ഒന്നോ രണ്ടോ സെന്റൻസേ പഠിക്കാൻ പറ്റുള്ളെങ്കിൽ പോലും അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിനക്ക് ഇത്രേ സാധിച്ചല്ലോ, അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് മറ്റു കഴിവുകളുണ്ടല്ലോ, അവൻ എന്താണ് കഴിവുകൾ എന്ന് വെച്ചാൽ അത് കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് സ്ട്രോക്ക്, ഈ അപ്രീസിയേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നല്ലതിലേക്ക് അവനെ കൊണ്ടുവരിക. നല്ല കാര്യങ്ങൾ, നല്ല സ്വഭാവം അവന് രൂപീകരിക്കാനും അതുപോലെ നല്ല രീതിയിൽ അവനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സമീപത്താണെങ്കിലും ഉള്ള കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഏതെങ്കിലും വൈകല്യങ്ങൾ ഏതെങ്കിലും കുട്ടിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ പേരൻസിനോട് പറയുക. നമ്മുടെ മക്കളൊക്കെ വലുതായി കാണും. അപ്പൊ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ട്. ഭക്ഷണത്തിന്റെ ആണോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇത് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള മുൻകരുതൽ എടുക്കുക. ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള റെമഡിയേറ്റേഴ്സിനെ സമീപിക്കുക. ആ രീതിയിലേക്ക് ഇവരെ കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു റോസാലിമ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. ഫീഡ്ബാക്കിലേക്ക് പോകാം. നമ്മളെ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ആരൊക്കെ എന്ന് പറയും? ഗ്രൂപ്പിൽ ആരാന്ന് ഫീഡ്ബാക്ക് പറയാം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. ഇന്ന് ആരാണ് ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് പറയാം? ബിദുബാല പറയും, പിന്നെ മണി സാർ പറയില്ല. ഗ്രൂപ്പില് ഫീഡ്ബാക്ക് പറയണം കേട്ടോ എല്ലാവരും. അപ്പൊ എന്തായാലും ഫീഡ്ബാക്കിലേക്ക് പോകാം. പറഞ്ഞോളൂ, ആരാണ് പറയണ്ടേ? ബഷീർ സാറോ? എന്നാ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ വിദ്വാല. അല്ല മാഡം, എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് ഇതുപോലെയാണ്. ആ കുട്ടിയുടെ കാര്യം എനിക്കറിയാം. അപ്പോ അവരും ഇതുപോലെ നല്ല ബുദ്ധിമുട്ടാണ്. ആ കുട്ടി ഇപ്പോ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ പോലത്തെ ഒരു സ്കൂള് ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് സിറ്റിയില്. അപ്പൊ അവിടെ ആക്കിയിട്ടുണ്ട്. ആ മോളും ഇങ്ങനെയാണ്. ഒരു കാര്യവും അവളുടെ അടുത്ത് പറയാൻ പറ്റൂല. അവളൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യൂല. പഠിക്കാൻ പറഞ്ഞ ബുക്ക് എടുക്കൂല. സ്കൂളിൽ വെറുതെ പോവും, ബാഗുമായിട്ട് പോവും, സ്കൂളിൽ ചെന്നിരിക്കും. ടീച്ചേഴ്സ് ബുക്ക് എടുക്കാൻ പറഞ്ഞാല് അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവള് ബുക്ക് എടുക്കും. എഴുതാൻ പറഞ്ഞാൽ അവൾക്ക് തോന്നിയാൽ അവള് എഴുതും. പക്ഷെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ അവള് പഠിത്തത്തിൽ ഒരുവിധം പഠിച്ച് അവര് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 വരെ അവളെ എത്തിച്ചു. ഇപ്പൊ അവളെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരാളിന്റെ സപ്പോർട്ടോട് കൂടി അല്ലാതെ സ്വന്തമായിട്ട് അവൾ കാര്യങ്ങൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവളെ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയുടെ സപ്പോർട്ട് വേണ്ട. അപ്പൊ അവളെ തന്നെ യാത്ര ചെയ്യാനും തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മോളെ ഇപ്പൊ അങ്ങോട്ട് ആ സ്കൂളിലോട്ട് ആക്കിയിരിക്കുകയാണ്. പക്ഷെ അവളെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവളെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. അധികം ആരോട് സംസാരിക്കൂല. അവൾക്ക് അത്രയും താല്പര്യമുള്ള ആൾക്കാരെ കണ്ടാൽ മാത്രമേ അവളൊന്ന് ചിരിക്കുകയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ അവള് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞിട്ട് മാറി നിൽക്കും. അപ്പൊ ആദ്യം എനിക്ക് തോന്നിയ എന്താണ് ഇവള് ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അതിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾക്ക് ഇങ്ങനെ
ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ അതിൽ അവർക്ക് വിഷമമാണ്. പക്ഷെ അതിന്റെ അച്ഛൻ പക്ഷെ കുറച്ച് ഇതാണ്. അപ്പൊ ആ പുള്ളി അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അവള് കുറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായി അത് മാറി എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് വേണ്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞു, അതിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ആ സ്കൂളിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അവര് നോക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നും. അവളൊരു പെൺകുട്ടിയാണ്. അവളെ കാണുമ്പോ നമുക്ക് ബ്രെയിൻ ജിം ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇത് മാറ്റിയെടുക്കാനായിട്ട്. പക്ഷെ കൊച്ചിലെ മുതൽ ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. ഇനിയാണെങ്കിലും ശ്രമിച്ചാൽ മതി. ബ്രെയിൻ ജിം എക്സസൈസും അതുപോലെ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ മാമന് അയച്ചു തരാം ബ്രെയിൻ ജിം എക്സസൈസ്. അത് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവളെ അച്ഛനല്ലാതെ വേറെ ആരും പറഞ്ഞാൽ അവൾ കേൾക്കൂല. അമ്മയാണെങ്കിലും ഒരു പരിധി വരെ കേൾക്കുള്ളൂ. അച്ഛന്റെ അടുത്താണ് കൂടുതൽ കാര്യങ്ങൾ പറയും. സ്കൂളിൽ ഒരു ദിവസം രാവിലെ എഴുതി വന്നിട്ട് ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പോവില്ല രാവിലെ. അങ്ങനെയൊക്കെയുള്ള രീതികളാണ്. അപ്പൊ അങ്ങനെയുള്ള വാശികളാണ്. അപ്പൊ അതെന്തായാലും ഞാൻ മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ആ മോളെ കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ അതുകൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ അതിന്റെ അച്ഛന്റെ അടുത്തൊന്ന് പറയാം. പക്ഷെ പിന്നെ കൂടുതൽ നമ്മൾ എന്തെങ്കിലും പറയാൻ വിഷമമാണ് അതിങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും എനിക്ക് അത് കേട്ടപ്പോ നമുക്കൊരു എന്തായാലും ചില കാര്യങ്ങൾ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. മാം ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ എനിക്ക് സ്കൂളിൽ ഒരുപാട് കുട്ടികളെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്കിത് ഒരുപാട് എഫക്ട് ചെയ്തൊരു ക്ലാസ് ആയിരുന്നു. മാമിന്റെ നമ്പർ എനിക്ക് വേണം, ഗ്രൂപ്പിൽ നിന്ന് കിട്ടാലോ? ഞാൻ തരാം മാം, ഞാൻ അയച്ചു തരാം. നല്ല കഴിവുള്ള കുട്ടികൾ ഈ പഠനത്തിന്റെ പേരിൽ അവരുടെ പഠനം നിന്നു പോവുകയും അവർക്ക് ഉയരങ്ങളിലൊന്നും എത്താൻ പറ്റാത്ത ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. പക്ഷെ ഇതൊന്നും ടീച്ചേഴ്സ് തിരിച്ചറിയില്ല. അവരെ പഠിക്കാത്ത കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പരിഹാസങ്ങൾ കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരം കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലെ പുറകിലാകത്തുള്ളേ, മറ്റു കാര്യത്തിലൊക്കെ നല്ല ഉയർന്ന രീതിയിൽ അവര് പോകും. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പഠിക്കുന്നത് വരും 4ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ അവർ ഉഴപ്പുന്നതായിട്ട് ഞാൻ കാണുന്നത്. ആദ്യകാലത്ത് ഇത് തിരിച്ചറിയത്തില്ല. കാരണം എല്ലാ കുട്ടികളും കൂടെ ഒന്നിച്ചിരുന്നെഴുന്ന ആ രീതിയിൽ അങ്ങ് പോവും. പക്ഷെ പിന്നീടാണ് നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ആ സമയമാകുമ്പോൾ കുട്ടികൾ പഠനത്തിൽ പുറകോട്ട് പോകും. മറ്റുള്ളവരുടെ ഒപ്പം എനിക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരുമ്പം അവരതിന് മുതിരത്തുമില്ല, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അങ്ങനെയാണ് ഈ കുട്ടികൾ പുറകോട്ട് പോകുന്നത്. താങ്ക് യു മാം. ടൈം ആയിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞോ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സാർ. റോസലി മാം കുറെ കാലത്തിന് ശേഷം കണ്ടു. നല്ല ക്ലാസ്, നല്ല അറിവുകള്. ഇങ്ങനെയുള്ള കുട്ടികള് പിന്നീട് അവരൊക്കെ ഇപ്പൊ ഞാൻ അടുത്തൊരു പെൺകുട്ടിന്റെ പുസ്തകത്തില് അവള് നല്ല പുസ്തകം എഴുതിയിരുന്നു. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോ അവളുടെ ഇതില് അവൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചെറുപ്പത്തില്. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ അസുഖത്തിനെ പറ്റി തന്നെ അറിയുന്നത്. ഇങ്ങനെ ഒരു അസുഖം വരും. കാരണം അപ്പം ഈ കഴിവ് മാറ്റിയെടുത്ത അവരെവിടോ എത്തും എന്നുള്ളതിന് തെളിവുകളാണ് ഇപ്പം മാം പറഞ്ഞ പഴയ ആൾക്കാര്, ഐൻസ്റ്റൈനും ഇവരൊക്കെ. എഡിസന്റെ ഞാൻ വായിച്ചിട്ടുണ്ട് പുസ്തകത്തില്, ഇങ്ങനെ കത്തയച്ചതും അപ്പൊ അമ്മ കത്ത് ഒളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ബാക്കിയുള്ള ഫീൽഡിൽ അവർ നല്ല കഴിവ് വേണം, നന്നായിട്ട് ശോഭിക്കും. അപ്പൊ ഞാനിപ്പോ ഈ പുസ്തകത്തിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നോക്കണം. അപ്പൊ മാമിനെ കോണ്ടാക്ട് ചെയ്യാലോ, ഇങ്ങനെയുള്ള കേസ് വന്നാലേ അവരെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. തീർച്ചയായും സാറേ, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയി. Magic morning. മാജിക് മോർണിംഗ് സാർ.
വളരെ നന്നായിരുന്നു. വളരെ ഗൗരവമേറിയ ഒരു സബ്ജക്റ്റാണ്. അത് വളരെ വിശദമായി തന്നെ അന്ന് ശരിക്ക് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പഠന വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കുട്ടികളെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. റോസ്ലി മാം ആ പാത തെരഞ്ഞെടുത്തതിന് അഭിനന്ദിക്കുകയാണ്. ഇത്തരം കുട്ടികൾക്ക് താങ്ക് യു നല്ലൊരു സർ. ജീവിതം കൊടുക്കാനും ഉയർച്ചയിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇത്തരം നല്ലൊരു സ്റ്റെപ്പാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വിശദമായി തന്നെ നമ്മളിലേക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. കുട്ടികൾ എന്തുകൊണ്ട് എങ്ങനെ അതുണ്ട്, അതിൽ നിന്ന് എങ്ങനെ മോചിതരാകാം, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്ന് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് എത്തിക്കാം എന്നുള്ള നല്ല പൗരന്മാരായിട്ട് മുന്നോട്ട് വരാം എന്നുള്ളതും വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി താങ്ക് യു മച്ച്. സർ. താങ്ക് യു. മാമിന്റെ റോസ്ലി നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ? ഞാൻ ഷെയർ തരാം, ചെയ്യാം ഞാൻ സാർ. തരാം. ഹലോ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മുടെ ഫാമിലിയിലും ഇതുപോലത്തെ ഒരു കുട്ടികളെ ഞാൻ ശ്രദ്ധപ്പെടുത്തി. ഈ ക്ലാസ്സോടെ എനിക്ക് വലിയ ഉപകാരം കിട്ടിയിരുന്നു. കാരണം അവരെ ശ്രദ്ധിക്കാനും, കാരണം അവർ പഠനത്തിൽ വൈകല്യം, മറ്റ് ആർട്ട് വരക്കുന്ന കാര്യത്തിൽ, മറ്റ് സാധനങ്ങൾ ചെയ്യുന്നതിലൊക്കെ അവർ ഭയങ്കര ഉയർന്നു വരുന്നു. പഠനത്തിൽ വൈകല്യം അപ്പൊ മാമിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി അവർക്ക് വൈകല്യങ്ങൾ ഉണ്ടെന്നും അവരെങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് ഇതിലൂടെ എനിക്ക് തോന്നി. എന്റെ മകൾക്കും ചെറിയ ഇതുപോലത്തെ ഒരു വിഷയം എനിക്ക് ഏകദേശം മനസ്സിലായി. ദേഷ്യം പിടിക്കലും പഠനത്തിൽ ചില വൈകല്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കേട്ടപ്പോൾ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റി. തുടർന്നും ഇതുപോലത്തെ ക്ലാസ്സിൽ പ്രതീക്ഷിക്കും. താങ്ക് യു. താങ്ക് യു ഹലോ സർ. റോസ്ലി, നമസ്കാരം. സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഡിസ്ലെക്സിയ എന്താണെന്നും എന്തുകൊണ്ടുണ്ടാകുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും നല്ല രീതിയിൽ കൂടുതൽ ശോഭിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. കഴിഞ്ഞില്ലേ? അപ്പോ റോസ്ലി മാമിന്റെ നമ്പറും അതുപോലെ തന്നെ ആ എക്സസൈസും ഗ്രൂപ്പിൽ വിട്ടോളൂ. അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടോളൂ, അതല്ലേ? അപ്പൊ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലിടാം സർ. എല്ലാവർക്കും അറിയാലോ. പിന്നെ റോസ്ലി മാമിന്റെ നമ്പർ അറിയാത്തവര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി, എനിക്കറിയാം നമ്പർ കേട്ടോ. അപ്പൊ താങ്ക് യു. എന്തായാലും നല്ലൊരു വിഷയം പറഞ്ഞാൽ നല്ലൊരു വിഷയം, പഠിക്കാനുള്ള ഒരു വിഷയമാണ്, എല്ലാവർക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. റോസലിമ നല്ലൊരു ട്രെയിനിങ് ആണ്. ആ എല്ലാ സംഭവങ്ങളും നോക്കിയിട്ട് തന്നെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. വളരെ കഴിവുറ്റ ഒരു ട്രെയിനറായി മാറിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇതിന് വളരെയധികം നന്ദി. താങ്ക് യു റോസലിമ. സാറ് ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഞാനൊന്ന് പറഞ്ഞില്ല, ഞാൻ PG എഴുതാൻ പോവാണെന്ന് ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ. അത് പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇന്നാണ് അതിന്റെ കോൺവൊക്കേഷൻ. പക്ഷെ എനിക്ക് പോകുന്നില്ല. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്. താങ്ക് അത്രേ യു. ഉള്ളൂ. നമ്മളെ വിമാജിക്കില് വന്ന് വളരാൻ അതെ തുടങ്ങിയതാണ്. അതെ പഠിക്കാൻ തുടങ്ങിയതാണ്. റോസലിമയുടെ അതെ. പ്രത്യേകത എന്താ വെച്ചാല് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. എത്ര വയസ്സൻ്റാണെങ്കിലും ഏത് വലിയ ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യും. അതിന് പൈസ മുടക്കി പഠിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് റോസാലിമാമിന്റെ പ്രത്യേകത. ഞാൻ മുമ്പേ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോസാലിമാമിന് നല്ല അറിവുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു മാം. താങ്ക് യു സർ. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു റോസ്ലി മാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു.